ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിൽ നമ്മളെ മനസ്സിലാക്കാൻ ചില സമയം ആർക്കും കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. ആർക്കും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാർക്ക് പോലും നിങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ അതൊരു മെലോ ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളാനോ ഒന്നും മറ്റുള്ളവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നില്ല. അവർക്ക് അവരുടെ വേർഷനാണ്, അവർക്ക് അവരുടെ കാര്യങ്ങളാണ്, അവരുടെ പ്രയോറിറ്റീസാണ്, എല്ലാം അവർക്ക് അവരുടെ കാര്യങ്ങളാണ് വലുത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് വരുന്നത്. അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സമയം ഉണ്ടാവും. എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു മീ ടൈം അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ടൈം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ഇങ്ങനൊരവസ്ഥ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് സെൽഫ് ഫ്രസ്ട്രേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മുടെ ലൈഫ് മാറും. പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, എനിക്കൊന്നും ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എത്രമാത്രം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അത് ആർക്കും മനസ്സിലാവണമെന്നില്ല. എന്തിന്, സ്വന്തം അമ്മമാർക്ക് പോലും അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആരോടാണ് ഈ വിഷമങ്ങളൊക്കെ പറയുക? അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ ഇല്ല കേട്ടോ. സമാധാനമായി ഒന്ന് ഉറങ്ങണം എന്ന് ചിന്തിച്ചാൽ പോലും ഒരുപക്ഷെ നമുക്കതിന് കഴിഞ്ഞു എന്ന് വരില്ല. ചില ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കിടന്ന് അപ്പം തന്നെ ഉറക്കം വരും. ചിലർക്കാണെങ്കിൽ കിടന്ന് കുറേ നേരം കഴിഞ്ഞൊക്കെയാണ് ഉറങ്ങാൻ പറ്റുക. ചിലർക്ക് സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടാവും. പക്ഷേ ആ സ്ലീപ്പിംഗ് ഡിസോർഡർ ഒരുപക്ഷെ അവർ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പോലും സമയം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളില്ലായ്മയിൽ ഒരു പണിയും നടക്കില്ല, പ്രത്യേകിച്ച് ഒരു പണിയും നടക്കില്ല. പക്ഷേ നമ്മളില്ലായ്മയിൽ ഒത്തിരി സന്തോഷിക്കുന്ന, നമ്മളില്ലായ്മയിലും എല്ലാ സന്തോഷങ്ങളും കിട്ടുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളില്ലായ്മയിൽ പണികളൊന്നും, അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നത് മാത്രമാണ് സാധിക്കുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത് നിനക്ക് ഞാനുണ്ട്, നീ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ശരിക്കും എല്ലാവർക്കും അങ്ങനെ കേൾക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. വെറുതെയെങ്കിലും നിനക്ക് ഞാനുണ്ട് എന്ന് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ പോലും അങ്ങനെ വെറുതെ ഒന്ന് പറയാൻ നമുക്ക് ചുറ്റും ആരും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പറഞ്ഞു പറയിപ്പിക്കും, ഒന്ന് പറയോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ പോലും ഇല്ലില്ല, ഞാൻ നിൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കാണാം. ബൈ.